സാറേ എന്നോട് സാറേ വീട്ടിലേക്ക് കറണ്ടിന്റെ ഒരു അപേക്ഷ കൊടുത്തിട്ട് 3 മാസമായി. അപ്പൊ അത് 3 മാസം കൊണ്ട് കൊടുത്തിരുന്ന അപേക്ഷ ഇതുവരെ കിട്ടിയിട്ടില്ല കറണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ വന്നാ. 3 മാസമായിട്ടില്ല. 3 മാസമായിട്ടില്ല. അപേക്ഷ കൊടുത്തായിരുന്നു? അപേക്ഷ കൊടുത്ത്. അല്ല, അതിന്റെ കൂടെ ഒരു ഫീസ് ഉണ്ടായിരുന്നു, ഒരു 500 രൂപ ഫീസ്. അത് അടച്ചായിരുന്നു? അത് അടച്ച്. ഇവിടുത്തെ മനോഹരൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനല്ലേ. പിന്നെ എന്താ കുഴപ്പം? പറയുന്ന പുള്ളിക്കാരൻ എന്റെ അന്ന് 500 രൂപ മേടിച്ച് എന്നെ വിളിച്ച വീടിന്റെ അവിടുത്തെ പോസ്റ്റിന്റെ അവിടെ കൊണ്ടത് പോസ്റ്റെ പിടിപ്പിച്ച് അവിടെ നിർത്തിയിട്ട് പോക്ക് പോയതാ. 3 മാസമായി കറണ്ടും ഇല്ല. മനോഹരനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നെങ്കിലും സാറേ ഈ അപേക്ഷ മേടിച്ചിട്ട് എനിക്ക് കറണ്ട് ഒന്ന് റെഡിയാക്കി തന്നെ. അതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് അകത്ത് മുന്നിൽ ചെല്ലുമ്പോൾ വലതുവശത്ത് ഒരു തടിച്ച മാഡം ഇരിപ്പുണ്ട്, ശോഭന മാഡം. അവിടെ ചെന്നിട്ടേ ഒരു 1000 രൂപ അടച്ചേരി. 1000 രൂപ ഇനി അടയ്ക്കണം? മാഡം കിട്ടിക്കൊന്നോളൂ, വൈകിട്ടൊന്ന് കിട്ടി. എന്നെ അല്ല, കളക്ഷൻ റെഡിയാക്കി തന്നോളൂ. എങ്ങനെ പോയാലും ഇനി എന്റെ പൈസ പോക്കാണെന്ന് സാറ് കാര്യം കാണണം. ഇങ്ങനെയൊക്കെ കുറെ നൂലാമാലകളുണ്ട് കേട്ടോ. എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനല്ല, മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ. കുഞ്ഞ് ആ KCB അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. ഇന്ന് ആ പുല്ല് എന്നെ കത്തിക്കോ കണ്ടോ? ആളെ നോക്കിയിട്ട് നടന്നിട്ടുണ്ട് എല്ലാം കൊണ്ട്. എന്നാടോ അവൻ പരാതി പറയാനുണ്ടായിരുന്നു. എടോ, പോലീസ് സ്റ്റേഷൻ നേരെ അപ്പുറം തനിക്ക് മാറി. ഇത് KCB ഇലക്ട്രിസിറ്റി ബോർഡാ. കറണ്ടിന്റെ കാര്യത്തിന് പരാതി പറയാൻ വേണ്ടി വന്നാ. സാറേ ഇത് ജോലിയെ സംബന്ധിച്ചിട്ടുണ്ട്. എന്താണോ സാറേ ഒരു പരാതി പറയാൻ വന്നാ? പരാതി പറയാൻ പോലീസ് സ്റ്റേഷൻ അപ്പുറത്ത്. ഇത് ഇലക്ട്രിസിറ്റി ബോർഡാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. സാറേ ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ ഒരു പരാതി പറയാൻ വേണ്ടി വന്നതാ. എടോ, എന്നാണോ തന്റെ പരാതി? പറ. പരാതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ശരാശരി പ്രതിമാസം 180 രൂപയായി എൻ്റെ വീട്ടിൽ കറണ്ട് ചാർജ് വരുന്നത്. ഇതിപ്പോ 6349 രൂപ പരാതി കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. എന്തോ എനിക്ക് മനസ്സിലാവുന്നത് എന്തോ ഇത് ഇങ്ങനെ വന്നത് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ചോദിച്ചാ. എടോ, ഇത് ആരും എഴുതി ഉണ്ടാക്കി തരുന്നതല്ല. നിങ്ങളൊക്കെ ഈ കറണ്ട് അമിതമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ആ ബില്ല് വന്നത്. മനസ്സിലായി? അമിതമായിട്ട് ഉപയോഗിച്ച കറണ്ട് ബില്ല് വരും, എനിക്ക് പറയാം. അമിതമായിട്ട് കറണ്ട് ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്റെ പൊന്ന് സാറേ. ആകെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടെന്ന് പറയുന്നത് എന്റെ മരുമോള് കാനഡന്ന് കൊണ്ടുവന്നിട്ട് തുണി കഴുകുന്ന വാഷ് ബേസ് മാത്രമേ ഉള്ളൂ. തുണി കഴുകുന്ന വാഷ് ബേസ് മാത്രമേ ഞങ്ങൾ കറണ്ട് വെച്ച് ഉപയോഗിക്കുന്നുള്ളൂ. എടോ, വാഷ് ബേസിന് കറണ്ട് പറ്റും എന്നാണോ ബന്ധം? കറക്കി തുണി കഴുകത്തില്ലേ? ഏടോ, വാഷിംഗ് മെഷീൻ അതേ കിടക്കുന്നു. അതുണ്ടോ? അത് കാനഡയിൽ കൊണ്ടുവന്നാണോ? ഇത് കറണ്ട് ചാർജ്. എടോ, കറണ്ട് ചാർജ് അമിതമാകും. ഇത് ചുമ്മാ ഉപയോഗിച്ച കറണ്ട് ചാർജ് അമിതമാകും. പറയുന്ന കേക്ക് സാറേ. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. കാരണം അതൊരു കംപ്ലൈന്റ് ആയി. മകളുടെ ഒരു തുണി ചുറ്റിയതിനു ശേഷം കംപ്ലൈന്റ് ആയിട്ട് കടയിൽ കൊടുത്തേക്കുവാ. അപ്പൊ 6 മാസമായിട്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെ കൂടി? പിന്നെ ഈ ബില്ല് എങ്ങനെ കൂടി? എടി, താൻ എന്നാ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയല്ല. കാരണം 6 മാസത്തെ ബില്ലാണോ ഈ ബില്ല്? ഈ 6 മാസത്തെ ബില്ല് 6 മാസത്തെ ബില്ല് ഉപയോഗിക്കാതെ ബില്ല് വരത്തില്ല. അതെന്തിനു വർത്താനം പറയുന്നത്? അതെന്തിനു വർത്താനം പറയും? നമ്മൾ ഉപയോഗിച്ചെങ്കിൽ കണ്ടു ചാർജ് അടയ്ക്കാം. ഉപയോഗിക്കാത്ത ഇത് നിങ്ങളിപ്പം വന്ന് നിങ്ങളുടെ ഈ KSEB ഞങ്ങളെ തെണ്ടി തിന്നു. അങ്ങനെ അടച്ചു കൂട്ടിയിട്ട് ബില്ല് ഇത്രയും ബില്ല് വന്നല്ലേ? എനിക്ക് തോന്നി താൻ ഈ താരിഫ് കണ്ടോ? എനിക്കിത് കാണുമ്പോൾ തരിപ്പാ വരുന്നത്. അല്ലോ, പറഞ്ഞു മനസ്സിലാക്കി. ഈ താരിഫിൽ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ലാബിന്റെ എന്താ പ്രശ്നം? ഒരു കാര്യം ചെയ്യും, സ്ലാബ് ഒന്ന് മാറ്റിയിട്ടാ ചിലപ്പോൾ തന്റെ പഴയ 185 രൂപ ബില്ല് നിൽക്കും. സ്ലാബിന്റെ പ്രശ്നം. സ്ലാബ് മാറ്റിയിട്ടാ 185 കിട്ടുമല്ലോ. തന്റെ വീട്ടിലെ സ്ലാബിന്റെ പ്രശ്നം. സ്ലാബ് ഒന്ന് മാറ്റിയിട്ടാ മതി കേട്ടോ. സ്ലാബ് മാറ്റിയിട്ടാ 185 കിട്ടുമല്ലോ. ഇത് ബില്ല് ആദ്യം കാര്യം ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഇത് സ്ലാബ് ഒന്ന് മാറ്റിയിട്ടാ മതി. സ്ലാബ് മാറ്റിയിട്ട്. ശരി. എടോ പോയോ? എടോ, സ്ലാബ് മാറ്റിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഒന്ന് നോക്കിക്കോളാം കേട്ടോ. ഹലോ, KCB. ഹലോ. സാറേ, ഞാൻ കുറച്ചു മുമ്പ് ഓഫീസിൽ വന്ന ആളാ. എടോ, കുറച്ചു മുമ്പ് രാവിലെ 10 മണി തൊട്ട് ഒരുപാട് പേര് വന്നിട്ടില്ല. കുറച്ചു മുമ്പ് ആരാ ഞാൻ മനസ്സിലാക്കണേ. സാറേ, കുറച്ചു മുമ്പ് അത് ചൂടായിട്ട് പോയില്ലേ? താനാണോ? എടോ, തന്നെ കൊണ്ട് ഞാൻ തോറ്റില്ല. താൻ പണിയെടുക്കാൻ സമ്മതിക്കല്ലേ? എടോ, തന്നോട് ഞാൻ കോമ്പടി പറഞ്ഞിട്ടുണ്ട്. താൻ അതുപോലെ ചെയ്യേ. സാറേ, അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. എന്നെ പ്രശ്നം എന്താ? സാറേ, എനിക്ക് ചെറിയൊരു സംശയം. എന്താ സാറ് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരാമോ? ഞാൻ പറഞ്ഞ പോലെ താൻ ചെയ്തോ? അപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ചെയ്യാൻ അങ്ങോട്ട് എനിക്കൊരു സംശയം. അത് പറയാൻ വേണ്ടി സാർ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരാമോ എത്രയും പെട്ടെന്ന്? വലിയൊരു മരാമത്തായല്ലോ. എടോ, താനൊരു കാര്യം ചെയ്യും, ഞാൻ ഇന്ന് പോണ വഴിക്ക് വീട്ടിലോട്ട് കയറാം. ശരി സാർ, ഞാൻ വന്ന് നോക്കാം കേട്ടോ. ഞാൻ സംശയം തീർത്ത് തരാം കേട്ടോ. ഓക്കെ, ശരി. ഒന്ന് വെച്ചിട്ട് പോ. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ ഓരോരുത്തരും വന്നിട്ട് പോകും.
സംശയം സാറ് വാ. എന്താണോ തന്റെ സംശയം? എനിക്കല്ലോ ആകെ ഒരേ ഒരു കക്കൂസ് ആ കാണുന്നത്, അതിൻ്റെ സ്ലാവായി ഈ കിടക്കുന്നത്. ഇനി സാറ് പറ, എൻ്റെ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി ഈ സ്ലാവ് ഞാൻ ഇനി എങ്ങോട്ടാണ് മാറ്റിയിടേണ്ടത്?